വേദഗ്രന്ഥത്തിൻ്റെ സന്മാർഗ ഭാഗത്തെയും ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആൻ വ്യതിരിക്തമാകുന്നതിനെയും സംബന്ധിച്ച് പരാമർശിച്ചു. ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിജ്ഞാനകോശമുണ്ട്. എൻസൈക്ലോപീഡിയ ഓഫ് ഇഗ്നോറൻസ് എന്നാണ് അതിൻ്റെ പേര്. അജ്ഞതയുടെ വിജ്ഞാനകോശം. ഒരു വിജ്ഞാനകോശത്തിന് നൽകാൻ കഴിയുന്നത് എന്താണ് എന്നതല്ല, മനുഷ്യൻ ആര്, അവൻ എത്രത്തോളമാകാൻ കഴിയും എന്ന് ഈ വിജ്ഞാനകോശത്തിൻ്റെ ടൈറ്റിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെ പറഞ്ഞാലും എത്ര തന്നെ ഉയർച്ച നേടിയാലും മനുഷ്യൻ പരിമിതനാണ്. 300 മില്ലി മൈക്രോൺ മുതൽ 700 മില്ലി മൈക്രോൺ വരെ മാത്രം കാണാൻ കഴിയുന്ന മനുഷ്യൻ, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ കേൾക്കാൻ കഴിയുന്ന മനുഷ്യൻ, അവൻ്റെ പ്രായവ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ കഴിവുകൾ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുകയും ചെയ്യും. എല്ലാം കാണാൻ കഴിയാത്ത, എല്ലാം കേൾക്കാൻ കഴിയാത്ത, എല്ലാ കാലത്തെക്കുറിച്ചും ആലോചിക്കാൻ കഴിയാത്ത പരിമിതരിൽ പരിമിതനായ, ന്യൂനതയുള്ളവരിൽ ന്യൂനത പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് സമ്പൂർണമായ അറിവ് ഒരു വിഷയത്തിലും ഇല്ല. അതുകൊണ്ടുതന്നെ അവൻ എത്ര തന്നെ വിമോചനത്തെയും വിശുദ്ധിയെയും വികാസത്തെയും കുറിച്ച് സംസാരിച്ചാലും അതിൽ ന്യൂനതകളുണ്ടാകും, പരിമിതികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാ കാലത്തെ സംബന്ധിച്ചുമുള്ള സമഗ്രമായ അറിവ്, സമ്പൂർണമായ ജ്ഞാനമുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒന്നിനെ തെറ്റില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനല്ലാത്ത ഇതര വേദഗ്രന്ഥങ്ങൾ ഈ ഒരു തത്വത്തെയാണ് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് വേദഗ്രന്ഥത്തിൽ രചന നടത്തുകയും അവസാനം ജനസമൂഹത്തിൽ ഇത് സമർപ്പിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഹാദാ മിൻ ഇൻദില്ല, ഇത് സർവാധിനാഥനായ പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ്. സമഗ്ര ജ്ഞാനമുള്ള, സമ്പൂർണ്ണ ജ്ഞാനമുള്ള, ന്യൂനതകളില്ലാത്ത അന്യൂനമായ ഒരു ശക്തിയിൽ നിന്ന് വരുന്നതിന് കാലത്തെ ജയിക്കാനും അതിജയിക്കാനും സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് വേദഗ്രന്ഥത്തിൽ, ഗ്രന്ഥങ്ങളിൽ രചന നിർവഹിക്കുന്ന മനുഷ്യൻ ദൈവീകമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെയും എന്ന് ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ദൈവീകമാണ് എന്ന് പറയുന്നതിനപ്പുറം വിശുദ്ധ ഖുർആനിന്റെ ഭാഷാപരമായ രംഗങ്ങളിൽ പോലും നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ വികാസ പ്രക്രിയകൾ കാലഗണനകൾക്കനുസരിച്ചുകൊണ്ട് വർദ്ധിച്ച് വരുന്നുണ്ട്. ലോകത്തു കാണാൻ കഴിയാവുന്ന അറബിയല്ലാത്ത ഇതര ഭാഷകൾക്കൊക്കെയും കാലങ്ങൾക്കനുസൃതമായിട്ടുള്ള പരിണാമ വികാസ പ്രക്രിയകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ അറബി ജ്ഞാനം അദ്ദേഹം നാഗരികമായി വളർന്നിട്ടില്ല എന്ന് വന്നേക്കാം, വിജ്ഞാന രംഗത്തിന്റെ പുരോഗതി ലഭ്യമായില്ല എന്ന് വന്നേക്കാം. ഇങ്ങനെ പറയാവുന്നതൊക്കെയും കൂട്ടിവെച്ചു പറയുക. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈജ്ഞാനിക ഭാവന, അറിവ്, ജ്ഞാന, ധിഷണ, ചിന്താ മേഖലകളിൽ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയ്ക്കും ഉണ്ടായിട്ടുള്ള അദ്വിതീയമായിട്ടുള്ള ഒരു സ്ഥാനം വിശദീകരിക്കാൻ കഴിയാത്ത അളവിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഗംഭീര്യത, ആ ഗംഭീര്യത നൂറ്റാണ്ടുകൾ കടന്നു വരികയും അറബി ഭാഷയുടെ ഭാഷാപരമായ ചില വികാസങ്ങൾ കടന്നു വരികയും ചെയ്തിട്ടുള്ള ഇന്നുള്ളൊരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.